നന്ദി ഷാങ്ക്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1622 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രീത M. ഉണ്ണി, BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ പ്രീത M. ഉണ്ണി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക്, DD വ്യാപാർ ഭവൻ കടവന്തറ ആൻഡ് IHMA ഹൗസ് ഇടപ്പള്ളി. പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിനായി വിവിധ വേദികളിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഡോക്ടർക്ക് 31 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. ക്യാൻസർ ഒരു ഉൾക്കാഴ്ച ഹോമിയോപ്പതിയിലൂടെ 2ാം ഭാഗം ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ പ്രീത M. ഉണ്ണിയെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഹാർദമായ നമസ്കാരം. കഴിഞ്ഞ സെഷനില് ക്യാൻസർ ഒരു അവയർനെസ് എന്നുള്ളത് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇത്തവണ ഏതാനും വളരെ കുറച്ച് കേസസ് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റും മാനേജ്മെന്റും പോയത് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു സെഷനിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാന് ഒരു പേഷ്യന്റ് വരുന്ന സമയം മുതലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, കാരണം അത് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് മറ്റുള്ള സ്പ്രെഡ് ചെയ്യുന്ന പല ഡിസീസ് പോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പബ്ലിക്കിനും ഗവൺമെന്റിനും ഒക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കേസസ് വളരെ സേഫായിട്ട് അത് ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിനെ കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു രീതിയിലും അവർക്ക് തിരിച്ചവരുടെ ഹെൽത്തി ആയിട്ടുള്ള പഴയ അവസ്ഥയിലേക്ക് പോകാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മെഡിക്കൽ സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ എങ്ങനെയാണ് പേഷ്യൻസിനെ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ഹെൽത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടി ആദ്യം നമ്മളുടെ ക്യാബിനിൽ വരുന്ന നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് അവർക്ക് ശരിയായ രീതിയിലുള്ള അവയർനെസ് ഫസ്റ്റ് കൊടുത്തിരിക്കണം. ആ അവയർനെസിന്റെ കൂട്ടത്തില് വളരെ തറവായിട്ട് കേസ് സ്റ്റഡീസും നമ്മൾ നടത്തിയിരിക്കണം. മിക്കവാറും ആൾക്കാര് എനിക്ക് കിട്ടിയിട്ടുള്ള 1-2 പേര് മാത്രമേ ഉള്ളൂ ഡയറക്ട്ലി ഫസ്റ്റ് ടൈം തന്നെ ഒരു ലംബ് കണ്ടു എന്ന് പറഞ്ഞ് സംശയിച്ചോടി വന്നവര്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ വളരെ ഭയന്നു പോകും ആൾക്കാര്. അവരെല്ലാം തന്നെ അലോപ്പതി ഹോസ്പിറ്റൽസിലേക്ക് പോയി അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടുമായിട്ട് എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞ് ബയോപ്സിയും കഴിഞ്ഞ് ആ റിസൾട്ടുമായിട്ടാണ് അവർ വരുന്നത്. ഭൂരിഭാഗം ആൾക്കാരും അവിടുത്തെ ട്രീറ്റ്മെന്റ് മുഴുവൻ കഴിഞ്ഞിട്ട് ചിലർ കൈ ഒഴിയുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് മെഡിസിൻസ് ഇല്ല, വേറെ ട്രീറ്റ്മെന്റ് ചെയ്തോ എന്ന് പറയുകയോ അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് അവര് കൂടുതലായിട്ടും വരാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ക്യൂർ കൊടുക്കാൻ, കാരണം മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു സിസ്റ്റത്തിനും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു സമയത്താണ് ഭൂരിഭാഗം ആൾക്കാരും വരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറവുകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ അത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ തന്നെ വന്ന് അതിനെ ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി എടുക്കണം എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞും മറ്റുള്ള ജനങ്ങൾക്ക് ബോധവൽക്കരണം ശരിക്ക് കൊടുത്താൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിന് ഇതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് ബോധ്യമാവുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇവര് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ തന്നെ അവരുടെ കേസ് സ്റ്റഡി വന്നിരിക്കുന്ന മുഴുവൻ ഇൻവെസ്റ്റിഗേഷനും കറക്റ്റായിട്ട് നോക്കുക. അതുകൂടാതെ അവരിലുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് അറ്റ് പ്രസന്റ് ഫിസിക്കലി ആൻഡ് മെന്റലി എന്തെല്ലാമാണ് ഉള്ള സിംറ്റംസ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളത് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ക്യാപ്സുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബിനൈൻ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്.
അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മെഡിസിൻ കൊണ്ട് കംപ്ലീറ്റ് ക്യൂറായിട്ട് തന്നെ ഇത് പൊയ്ക്കൊള്ളും. പിന്നെ എത്ര കാലം എന്ന് ഒരുപാട് പേര് പെട്ടെന്ന് ചോദിക്കും, എത്ര നാളെടുക്കും? അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ പേഷ്യൻസിലും ഓരോ തരം, കാരണം ചിലർക്ക് വളരെ കുറച്ച് നാളുകൾ മതിയാകാം, ചിലർക്ക് കൂടുതലായിട്ട് പോകും. അത് അവരുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് മെഡിസിൻ എങ്ങനെയാണ് അവരുടെ ബോഡിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് അനുസരിച്ച് ഇരിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്ര നാൾ മതി എന്ന് നമ്മൾ പറയാൻ പാടില്ല. തന്നെയല്ല, കംപ്ലീറ്റ് ക്യൂർ ആണെങ്കിൽ പോലും ഒരു 6 months കൂടെ അതിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെഡിസിൻസ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഈ ഒരു തരത്തില് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്നും അത് സ്പ്രെഡ് ചെയ്ത് എവിടേക്കൊക്കെ പോയി, റീസെന്റ് ഒരു 4 days മുമ്പ് എനിക്ക് വന്ന ഒരു കേസില് എല്ലായിടത്തും ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഫസ്റ്റ് റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, ലെഫ്റ്റിന്റെ നിപ്പിളിന്റെ കുറെ പോർഷൻ റിമൂവ് ചെയ്തു. അവർക്കിപ്പം ബോണിലും സ്കിന്നിന്റെ പുറത്തെല്ലാം ബ്രൗണിഷ് ആയിട്ടുള്ള ബ്രൗണിഷും റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള സ്പോട്ടുകളും വീഴുകയാണ്. ഇവിടുത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഡയറക്റ്റ്ലി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, അവിടെ വെച്ച് കൊടുത്തു. ഇപ്പൊ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 4-5 ദിവസമേ ആകുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ് വയറ് കുറച്ച് വീർത്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ, നാളെയോ അല്ലെ മറ്റന്നാളോ ആരാന്ന് വെച്ചാൽ അത് ക്ലിനിക്കിൽ വന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം ഈ 3-4 ദിവസത്തെ എന്താണ് ചേഞ്ചസ് എന്ന് പറയണം. അപ്പോൾ ഓൾറെഡി സ്പ്രെഡായി, ബോണിലായി, ബ്ലഡിലായി, ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പം അത് അവരോട് എന്താണ് ഈ സ്പ്രെഡ് വന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ എന്താണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം എല്ലാവരും പറയും ഹോമിയോപ്പതിയിൽ എല്ലാത്തിനും മെഡിസിൻ ഉണ്ട്, അത് കംപ്ലീറ്റ് ക്യൂർ ആണെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ചെന്നത്, എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ പറ്റിയല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ വരരുത്. എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നും ഏതൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും 3rd സ്റ്റേജോ 4th സ്റ്റേജോ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. സെക്കൻഡ്, എടുത്ത ട്രീറ്റ്മെന്റിന്റെ അത് കാരണം നമുക്കറിയാം കീമോതെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ട്രീറ്റ്മെന്റിന് മുമ്പുണ്ടായ രോഗിയുടെ അവസ്ഥയെക്കാളും ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ കഴിച്ച നമ്മൾ ആ പാസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ അവരെ ഇന്നത് കാരണം ഇതുപോലെ സംഭവിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം പോറായി പോകാനുള്ള കാരണം ഇമ്മ്യൂണിറ്റി പോറായി പോകുമ്പോഴാണ് നമുക്ക് ഡിസീസിന് എഗനസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ, അതായത് ബോഡി തന്നെ ചെറുത്ത് നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരുന്നത്. ഇൻഫെക്ഷൻസ് ഒരുപാടുണ്ടാകാം, അതിന്റെ കൂടെ പിന്നെ സ്പ്രെഡിങ്ങും ഉണ്ടാകാം, കാരണം ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ ഈ ഒരു എടുത്ത ട്രീറ്റ്മെന്റിന് എന്തെല്ലാം ബാഡ് എഫക്റ്റ് ഉണ്ട്, എന്തെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് അവരെ ബോധ്യപ്പെടുത്തുക. ഇവരോട് ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസ് എങ്കിലും, കാരണം ഒരേ ലെവലില് ചിലർക്ക് വളരെ സ്ലോയിലായിരിക്കാം ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. അപ്പൊ എന്നാലും വീക്കിലി വൺസ് കറക്റ്റായിട്ട് അപ്പോഴുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, കുറവാ വരുന്നതെങ്കിലും നമ്മളോട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അവരോട് പ്രത്യേകം പറയണം. വീക്കിലി വൺസ് തന്നെ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ശരിക്കും മനസ്സിലായി എന്നത് വരുന്നതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റിലോട്ട് നമ്മൾ കടക്കാവുള്ളൂ. എനിക്ക് ഒരു കേസ് ഞാൻ പറയാം. ഒരു 13-year-old ബോയ്, ഞാൻ കഴിഞ്ഞ അവയർനെസ് ക്ലാസ്സിൽ ഒരു ചെറുതായിട്ട് ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നു. ബോയ് നല്ല ഫാറ്റിയാണ്, പോട്ട് ബെല്ലിയുടെ ആണ്. നമ്മൾ കണ്ടാൽ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ കാൽക്കേരിയ ബോയ് എന്ന് തന്നെ അവനെ കണ്ടാൽ തന്നെ മനസ്സിലാകും. കോംപ്ലക്ഷൻ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടിയാണ്. തല മുഴുവൻ അവന് ഡാൻഡ്രഫ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ റൈറ്റ് സൈഡ് പാരാലിസിസ് ആണ്. അത് വളരെ വലിച്ചാണ് വലത്തെ കാല് നടക്കുന്നത്. ഹെൽപ്പ് വേണം ഒരാൾക്ക്, 1-2 പേര് ഹെൽപ്പില്ലാതെ, കാരണം വളരെ ഫാറ്റിയാണ് അവന്. ഇങ്ങനെ ഇവന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് നമ്മൾ കാണുന്ന ആദ്യത്തെ ലുക്കാണ് ഞാനിത് പറഞ്ഞത്. ഇവന്റെ പാസ്റ്റ് ഹിസ്റ്ററി അവർ പറഞ്ഞപ്പോൾ, കാരണം ഈ കുട്ടിക്ക് ഇനിയും ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് എടുക്കാനൊന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു 3 വയസ്സ് മുതൽ ഇവർക്ക് കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഫിറ്റ്സ് വരിക, ആ ഒരു കണ്ടീഷൻ ആദ്യം വന്നപ്പോഴാണ് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെയ്താണ് പിന്നെ ബ്രെയിൻ്റെ സ്കാൻ ചെയ്ത് അവർ MRI സ്കാൻ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് സെറിബ്രത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ സർജറി വേണമെന്ന് അവർ പറഞ്ഞു. ഫസ്റ്റ് സർജറി ചെയ്തതിന് ശേഷം കീമോയോ റേഡിയേഷനോ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് അവിടെ എൻ്റെ കയ്യിൽ എത്തുമ്പോൾ 10-15 വയസ്സായി. അത് ആ പാസ്റ്റ് ഹിസ്റ്ററിയാണ് അവരെന്നോട് പറഞ്ഞത്. ഈ ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ നടത്തിയതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ തന്നെ തുടർന്ന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കുട്ടിക്ക്.
വീണ്ടും അപ്പം ഈ ഒരു സ്റ്റേജ് അവർ റിമൂവ് ചെയ്തത് പകുതി പോർഷൻ മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എവിടെ ഇരിപ്പുണ്ട് ഗ്രോത്ത്. ഇങ്ങനെ നിൽക്കുന്നെങ്കിലും അവന് പക്ഷെ ക്യാപ്സുലേറ്റഡ് ആയിരുന്നു ആ ഗ്രോത്ത്. മെറ്റാസ്റ്റാസിസ് അവിടെ നടന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും ഇവന് ഫിറ്റ്സ് ഇടയ്ക്ക് വരാറുണ്ട്. ദിവസം ഒരു 4-5 പ്രാവശ്യമെങ്കിലും വരാറുണ്ട്. തലവേദന വരാറുണ്ട്, വൊമിറ്റിംഗ് വരാറുണ്ട്, വെർട്ടിഗോ തലചുറ്റൽ വരാറുണ്ട്. വളരെ ക്ഷീണിതനാണ്. പകലൊക്കെ എങ്ങോട്ട് കിടന്നാൽ ഉറങ്ങുന്നത് അവന് അറിയത്തില്ല. ഉറക്കത്തിന്റെ കാര്യം എസ്പെഷ്യലി നൈറ്റ് അവേഴ്സിൽ അവന് ഉറക്കം വളരെ ഒരു 3 അവേഴ്സോ അത്രയൊക്കെ മാത്രമേ ഇവന് ഉറങ്ങത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ ഈ കുട്ടിയിലുണ്ട്. എന്നാലും അവര് ഇവനെ അവിടുത്തെ ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഗെയിൻ ഒരു 10-13 വയസ്സായപ്പോഴത്തേന് വീണ്ടും ഫിറ്റ്സിന്റെ അളവ് കൂടി. ഒരു 13-15 പ്രാവശ്യം ഇവനങ്ങ് ഫിറ്റ്സ് വരിക. വീണ്ടും ഇവർ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു നിൽക്കുന്ന ഗ്രോത്ത് ശകലം കൂടെ അത് ഗ്രോത്ത് കൂടിയിട്ടുമുണ്ട്. ഇപ്പൊ നിൽക്കുന്ന ഗ്രോത്തിന്റെ പകുതി റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു. പകുതി മാറ്റി. ഈ പകുതി മാറ്റി കഴിഞ്ഞപ്പോൾ അവന് റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് തളർന്നു പോയി. റൈറ്റ് കണ്ണിന് വലത്തെ കണ്ണിന്റെ കാഴ്ചയും മങ്ങിപ്പോയി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അതിനുശേഷം ഹോസ്പിറ്റലിൽ തന്നെ ഫിസിയോതെറാപ്പി ആയിട്ട് ഏകദേശം ഒരു 5-8 മാസത്തോളം നിന്നതിന് ശേഷമാണ് ഇവനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോഴും കുറച്ച് പോർഷൻ അവിടെ ആ സെർബ്രത്തിൽ ഇരിക്കുന്നുണ്ട്. അത് വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇവരുടെ ട്രീറ്റ്മെന്റ് തന്നെ ഇരിക്കുന്ന അവസ്ഥയിലും സിംറ്റംസിനൊന്നും തന്നെ യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ വീണ്ടും 15ാമത്തെ വയസ്സിൽ ഇവനെ 13-1 നടന്നു. രണ്ടാമത്തെ സർജറി നടന്നു. 15 വീണ്ടും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി സർജറി ഇവിടെ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ള ലംബൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് കംപ്ലീറ്റ് ബോഡി പാരാലിസിസ് ആകും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വേണോ? അപ്പൊ ഞങ്ങൾക്ക് ഇനിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അപ്പൊ 15 years ഉണ്ട്. വന്ന് ഈ തരത്തിൽ തന്നെ ആദ്യം അവർക്ക് അവയർനെസ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തത്. ട്രീറ്റ്മെന്റ് തുടങ്ങി. ഞാൻ ബാക്കി ആ സമയത്ത് ഫസ്റ്റ് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേന് ഈ കംപ്ലൈൻസ് ഇതുപോലെ തന്നെ തലവേദന, ശക്തമായ തലവേദനയാണ്. അതിന്റെ കൂട്ടത്തിൽ വൊമിറ്റിംഗ് ഉണ്ട്. ഫിറ്റ്സ് 10 to 13 ടൈംസിൽ ഫിറ്റ്സ് വരുന്ന ഒരു അവസ്ഥയിലാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴും ഉറക്കത്തിലും അവന് ഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പം നടക്കുമ്പോഴും അവന് നല്ല രീതിയിൽ തലചുറ്റൽ വെർട്ടിഗോ ഉണ്ടാകാറുണ്ട്. എപ്പോഴും കോൾഡ് എയർ അവർ പറയും ഡേ ആൻഡ് നൈറ്റ് അവന് ഇത് വേണം, AC വേണം, അല്ലെങ്കിൽ ഫാനിന്റെ തൊട്ടടുത്ത് മാത്രമേ ഇവന് ഇരിക്കത്തുള്ളൂ. നന്നായിട്ട് വിയർക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. സ്പീച്ച് സ്ലർഡ് സ്പീച്ചാ. അത് ആ സർജറിക്ക് ശേഷമാണ് അത്രയും അവന് കുഴഞ്ഞു പോയത്. അതിന്റെ കൂടെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉള്ളത്, ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ലൗഡിലാണ് അവന് ബെൽച്ചിങ്. എൻ്റെ അടുത്ത് വന്നപ്പോഴും പലതവണ ഞാനത് കേട്ടു. കോൾഡ് വാട്ടർ, നല്ല ചൂട് എടുക്കുന്ന ബോഡി ആയതുകൊണ്ട് വിയർക്കുകയും ചെയ്യും ഒരുപാട്. കോൾഡ് വാട്ടറും അതുപോലെ തന്നെ സ്വീറ്റിഷ് ആയിട്ട് നമ്മൾ പറയല്ലോ പെപ്സി, ലിങ്ക ഇങ്ങനൊക്കെ പറയുന്ന ചില ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് കുടിക്കാനാണ് അവന് കൂടുതലും താല്പര്യം. റൈസിനോട് താല്പര്യമില്ല, ചപ്പാത്തിയാണ് അവൻ കഴിക്കുന്നത്. ജങ്ക് ഫുഡ് വളരെ അത്യാവശ്യമാണ് അവന്. സ്ലീപ്പിംഗ് അവേഴ്സ് 3 to 4 hours ഉള്ളൂ, പകലും രാത്രിയിലും എല്ലാം കൂടെ ചേർത്ത്. അതിന്റെ കൂട്ടത്തിൽ അവന്റെ സ്വഭാവത്തിന്റെ ഒരു സവിശേഷത സിമ്പതിയായിട്ട്, ഞാൻ ചിലപ്പോൾ അവനോട് പറയല്ല അവനെ അങ്ങനൊന്നും പറയരുത് എന്ന് പറഞ്ഞ് അവനോട് ആ സിമ്പതി കാണിക്കുമ്പോഴത്തേന് ഇവന് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റും അവനത് ഇഷ്ടപ്പെടും. അവന്റെ ആ സിമ്പതി കാണിക്കുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് ആ ഇമോഷണൽ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ തല മുഴുവൻ ഡാൻഡ്രഫ് കൊണ്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടി ഇവൻ ആ 15 years ഒന്നും ഒട്ടും ഇത് ഹോർമോൺ ഗ്രോത്ത് കാണിക്കുന്നത്. സാധാരണ 10-13 വയസ്സൊക്കെ ആകുമ്പോൾ ആൺപിള്ളേർക്ക് അവിടെയൊക്കെ മുഖത്തൊക്കെ കുറച്ച് രോമവളർച്ചയൊക്കെ ഉള്ളതാണ്. അതങ്ങനെയുള്ള യാതൊരു മീശയോ ഇതോ ഒന്നും തന്നെ ഇവനിലെ ഹോർമോൺസിന്റെ ലെവല് വളരെയധികം കുറഞ്ഞതായിട്ടാണ് ഇവനിൽ കാണുന്നത്. അങ്ങനെയുള്ള യാതൊരു ഗ്രോത്തും ഇവനിലില്ല. അതുപോലെ തന്നെ TSH ലെവൽ 10.5 ആണ്. അതായത് ഹൈപ്പോതൈറോയിഡിസം ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. ഈ പ്രത്യേകതകൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞതും ഞാൻ നോട്ട് ചെയ്തതും. അപ്പം ഇവന്റെ ഈ നേച്ചർ വെച്ച് ഒരു കാൽക്കേരിയ ബേബി കണ്ടാൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാം കാൽക്കേരിയ ബേബി തന്നെയാണ്. കാൽക്കേരിയയ്ക്ക് ഞാൻ കഴിഞ്ഞ സെഷന്റെ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു പ്രൊഫൈലാറ്റിക് മെഡിസിൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കേരിയ, നമ്മൾ ഇത് കോവിഡിന്റെ ടൈമിൽ ആഴ്സനിക് ആൽബം 30 എന്ന് പറഞ്ഞതുപോലെ തന്നെ കാൽക്കേരിയ കാർബ് 200 തന്നെയാണ്. അതിനെ നമുക്ക് ഒരു പ്രൊഫൈലാറ്റിക് റെമഡി പ്രിവെന്റീവായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
കാരണം അത് പോളിക്രസ് റെമഡിയാണ്. 3 മയാസത്തിലും കടന്നു പോകുന്ന സോറ, സിഫിലിറ്റിക് ആൻഡ് സൈക്കോട്ടിക് 3 മയാസത്തിൽ. അപ്പൊ ഏത് മയസത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ ഇപ്പൊ പടർന്നു പിടിക്കുന്ന രോഗമായിട്ട് മാറിയെന്ന് കാണുന്നുണ്ട്. അപ്പൊ ആ കോവിഡിന്റെ സമയത്തെ പോലെ നമുക്കിത് കൊടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ആ കാൽക്കേരിയ കാർബിന്റെ പ്രോപ്പർട്ടീസ് ആണ് കൂടുതലായിട്ട് ഞാൻ കണ്ടത്. അതിന്റെ കൂട്ടത്തില് പിറ്റ്യൂട്ടറിയും തൈറോയിഡ് ഡിസ്ഫങ്ഷൻ കാണുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രോത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഗ്രോത്ത് ഹോർമോൺസ് അവനിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. നല്ല ഫാറ്റിയാണ് അവന്. വെർട്ടൈഗോ, ഇതെല്ലാം തന്നെ ഈ കാൽക്കേരിയ കാർബിനുണ്ട്. ഡാൻഡ്രഫ്, പിന്നെ ഹൈപ്പർ അസിഡിറ്റി, ലൗഡ് ബെൽച്ചിങ്, ഇതെല്ലാം തന്നെ കാൽക്കേരിയ കാർബിൽ കാണുന്ന സിംറ്റംസ് തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് ഡോസ് അവന് ഞാൻ കൊടുത്തത് കാൽക്കേരിയ കാർബ് തന്നെയാണ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗും. തന്നെയല്ല, ക്യാൻസറസ് അഫക്ഷന് കാൽക്കേരിയ ഈസ് യൂസ്ഫുൾ ഫോർ കാൽക്കേരിയസ് ഡീജനറേഷൻസ്. ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ മീനിങ് അറിയാം. functions or structure of the affected tissues or organs changes for the worse over time. അതിനാണ് നമ്മൾ ഡീജനറേഷൻ എന്ന് പറയുന്നത്. അറിയാം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ അതിന് വളരെ, ആ ഡീജനറേറ്റീവ് ചേഞ്ചസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. നമ്പർ 1 ആണ് കാൽക്കേരിയ കാർബ് എന്ന് പറയുന്നത്. തന്നെയല്ല, ഓൾഡ് ക്യാൻസറസ് അൾസേഴ്സ് ആർ ഗ്രേറ്റ്ലി റീസ്ട്രെയിൻഡ് ഇൻ ദെയർ ഗ്രോത്ത്. That is, the constitutional state is much improved. അൾസർ, കാരണം അൾസർ സിഫിലിറ്റിക് മയാസം കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ അൾസർ ഫോർമേഷൻ ഓൾഡായിട്ട് വളരെ അതിന് കരിയാനായിട്ട് താമസം ഉള്ളതിനൊക്കെ തന്നെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു ചേഞ്ചസ് കൊണ്ട് തന്നെ കാൽക്കേരിയ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ കറക്റ്റായിട്ട് വരുന്ന ആൾക്കാരിലാണ് ഇത് പറയുന്നത്. ഇംപ്രൂവ് ചെയ്യാനും പേഷ്യൻസിന്റെ എൻഡുറൻസ് വളരെയധികം കൂട്ടാനും അൾസേഴ്സ് ടേക്ക് ഓൺ ഹീലിംഗ്, തനിയെ, വേറെ പ്രത്യേകിച്ചുള്ള അൾസറിനുള്ള നമുക്ക് കൊടുക്കാൻ ഒരുപാട് റെമഡീസ് ഉണ്ട്. ഇതൊന്നും കൊടുക്കാതെ തന്നെ തനിയെ ഹീൽ ചെയ്ത് തുടങ്ങുകയും ചെയ്യും. എൻ്റെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റിന് അവളുടെ ആ ലംബ് ഗ്രോത്ത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ കാൽക്കേരിയാണ് കൊടുത്തത്. പെട്ടെന്ന് തന്നെ അതിന് ഗ്രാനുലേഷൻ ടിഷ്യൂസ് വന്ന് ഉണങ്ങാൻ വേണ്ടിയാണ് ആ മെഡിസിൻ ഞാൻ കൊടുത്തത്. ഇത് അതുപോലെ തന്നെ സാധാരണ പല ട്രീറ്റ്മെന്റും നടത്തി വെച്ച് വരുന്നവര് ഇനി ഒരു 16 മാസം കൂടെ ഉള്ളൂ, അല്ലെ 15 മാസം കൂടെ ഉള്ളൂ, അല്ലെ 10 മാസം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു വരുന്നതിലെ തീർച്ചയായിട്ടും നമ്മൾ കാൽക്കേരിയയുടെ സിംറ്റംസോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 to 5 years, 5 years എന്ന് പിടിക്കാം. 5 years കൂടെ നമുക്ക് ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി അത് നമുക്ക് നീട്ടി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ കാൽക്കേരിയയുടെ അറിയാലോ, ഒരുപാട് ട്യൂമേഴ്സ്, അത് ഫാറ്റി ആണെങ്കിലും സിസ്റ്റിക് ആണെങ്കിലും ഈവൻ കാൽക്കേരിയസ് ആയിട്ട് പിന്നെ ഡെപ്പോസിറ്റ് ഉള്ള ഗ്രോത്ത് ആണെങ്കിലും ഇതെല്ലാം തന്നെ ക്യൂർ ചെയ്യാൻ ഈ കാൽക്കേരിയ കാർബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനോടെ കറക്റ്റ് ആയിട്ട് വരണം. രണ്ടാമത്, സർജൻസ് നൈഫിനെ മാറ്റി നിർത്തിക്കളയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പേഷ്യന്റിന്റെ അവളുടെ ആ ഒരു ഗ്രോത്ത് പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ അതിനെ തിരിച്ച് ഹീൽ ചെയ്യിക്കാനും, അപ്പൊ ഒരു സർജറി നടത്തി അത് റിമൂവ് ചെയ്യുന്ന, അതുപോലെ തന്നെ വളരെ ചെറിയ ലംബൊക്കെ ആണെന്നെങ്കിൽ അബ്സോർബ് ചെയ്ത് മാറുകയും ചെയ്യും. ഇനി 2 തരത്തിലും ഇതിന് ആക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് കാൽക്കേരിയ. അപ്പൊ ഭൂരിഭാഗം ആൾക്കാരിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ അതല്ലെങ്കിൽ ഒരു പ്രിവെന്റീവായിട്ട് പോലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കാൽക്കേരിയ കാർബ് നമ്പർ 1 ആണ്. ഏതൊരു ക്യാൻസറസ് കണ്ടീഷൻ വരുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തോളുക. എന്തെങ്കിലും കാൽക്കേരിയയുടെ സിംറ്റംസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കേരിയ തന്നെയാണ് അതിന് കൊടുക്കേണ്ടത്. ഡീപ്പ് അൾസേഴ്സ് ക്യൂർ ചെയ്യാൻ വളരെ വളരെ നല്ല ഒരു മെഡിസിനാണ് ഇത്. അപ്പം ഇവന് ഈ കാൽക്കേരിയയുടെ കൂട്ടത്തില് ഞാൻ കൊടുത്തത്, കാൽക്കേരിയയുടെ സിംഗിൾ ഡോസ് ആണ് കൊടുത്തത്. മോസ്റ്റ്ലി കാൽക്കേരിയ ഫ്ലോർ 6x ത്രൈസ് ഇൻ എ ഡേ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഡേയോ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. 4 tablets ബിഫോർ ഫുഡ് ആയിരിക്കും കൊടുക്കുന്നത്. കാൽക്കേരിയ ഫ്ലോർ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കും. അത് ഗ്രോത്തിനെ അബ്സോർബ് ചെയ്യാൻ, ഈവൻ സ്മൂത്ത് ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിലും ഹാർഡ് ആയിട്ടുള്ളതാണെങ്കിലും അബ്സോർപ്ഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാൽക്കേരിയ ഫ്ലോർ എന്ന് പറയുന്ന മെഡിസിൻ. പിന്നെ കൊടുത്തത് എപ്പിലെപ്സി ഉണ്ടായിരുന്നു. ആ എപ്പിലെപ്സിക്ക് ഞാൻ കാൽക്കേരിയ കാർബ് ഏത് പൊട്ടൻസി കൊടുക്കും? വളരെ ഹയർ കൊടുക്കണം, 50 സിക്യൂട്ട 200 ഞാൻ എപ്പിലെപ്സി ഉണ്ടായിരുന്നു.
ആ എപ്പിലെപ്സി ഉള്ളത് കൊണ്ട് കൺവൽഷൻസ് ഭയങ്കര അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് ഭയങ്കര ബലം പിടുത്തവാ ഡോക്ടർ എന്നാ പറയുന്നത്. അപ്പൊ ആ കൺവൽഷൻ വളരെ ബലം പിടിച്ചുള്ള ഫിറ്റ്സിന്റെ ആ സമയത്ത് ആ കൺവൽഷൻ വരുന്ന സിക്യൂട്ട വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പൊ സിക്യൂട്ട 200 ആണ്. അത് ഞാൻ ട്വൈസ് ഇൻ എ ഡേ വെച്ച് സിക്യൂട്ട ഇതിന് സിംറ്റമാറ്റിക്കലിയാണ് അത് കൊടുത്തത്. പിന്നെ ഹെഡേക്ക് ഞാൻ പറഞ്ഞല്ലോ, സിവിയർ ഹെഡേക്ക് ആണ്, വിത്ത് വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു. അതിന് വളരെ ഹെൽപ്പ് ചെയ്ത ഒരു മെഡിസിൻ ആണ് ഡാമിയാന ടിഞ്ചർ. അതും ട്വൈസ് ഇൻ എ ഡേ തന്നെ ആഫ്റ്റർ ഫുഡായിട്ട് ഡാമിയാന ടിഞ്ചർ കൊടുത്തിരുന്നു. പിന്നെ TSHന്റെ ലെവൽ 10.5, ഏകദേശം 4 വരേണ്ടടുത്താണ് 10.5 വന്നേക്കുന്നത്. ഹൈപ്പോതൈറോയിഡിസം ആണ്. അതുകൊണ്ട് ഈ തൈറോയിഡിനും വണ്ണം എന്ന് പറയുന്നത് വൺസ് ഇൻ എ വീക്ക് ഒറ്റ ഡോസ് മാത്രം, 4 ഡ്രോപ്സ് ഒറ്റ ഡോസ് ഷുഗർ ഓഫ് മിൽക്കിനകത്ത് അതും കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ക്യാൻസറസ് കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസിനും ഞാൻ എവരി ഫോർട്ട്നൈറ്റ് 2 ആഴ്ച കൂടുമ്പം കാഴ്സിനോസിൻ വണ്ണം ഒരു ഡോസ് ഞാൻ കൊടുക്കാറുണ്ട്. അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർക്ക് ക്യാൻസറസ് അഫക്ഷൻസോ ഇല്ല, ആ ഒരു ഡിസീസ് മാറിക്കഴിഞ്ഞാലും കുറച്ച് നാളത്തേനും കൂടെ ഞാൻ ആ മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത് പോകാറുമുണ്ട്. എൻ്റെ അടുത്ത് വന്നു സെക്കൻഡ് മന്തിൽ തന്നെ 2 മാസത്തെ ട്രീറ്റ്മെന്റ്, ഈ സെയിം മെഡിസിൻ, ഇത്രയും മെഡിസിൻ ആണ് ഞാൻ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തത്. 2ാമത്തെ മാസം TSHന്റെ ലെവല് 2.8 ആയി. 2.8 ആയപ്പോൾ അത് നോർമലാണ്. അങ്ങനെ ഞാൻ തൈറോയിഡിനും കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ എഗെയിൻ ഒരു 3 to 4 വീക്സ് കഴിഞ്ഞപ്പോൾ, 1 മന്ത് എടുത്തില്ല, അതിനു മുമ്പ് തന്നെ എപ്പിലെപ്സി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഇല്ലാതായി. ഒട്ടുമില്ല. നൈറ്റിൽ അവന് സുഖമായിട്ട് കിടന്നുറങ്ങാം. മറ്റേത് ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് നോക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. തന്നെയാലും ഇവന് ഈ എപ്പിലെപ്സി ഉണ്ടാകുന്നതിന് മുമ്പ് ശബ്ദം ഉണ്ടാക്കും, ഞരക്കം, മൂളും, വളരെ സൗണ്ടിൽ മൂളും. ഞാൻ പറഞ്ഞല്ലോ, ബലം പിടിച്ച കൺവൽഷൻസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ തന്നെ ഈ കുട്ടിക്ക് ഏകദേശം ഒരു 1 മന്തോടെ എടുത്തപ്പോഴത്തേനും അതും ഇല്ലാതായി. ആ കംപ്ലൈന്റും ഇല്ലാതായപ്പോൾ ഈ സിക്യൂട്ട എന്ന് പറയുന്ന മെഡിസിനും സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഡാമിയാന കണ്ടിന്യൂ ചെയ്തു. കാരണം ഇടയ്ക്കിടയ്ക്ക് അവന് തലവേദന, ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു, എന്നാലും അവന് തലവേദന ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഡാമിയാന മെഡിസിൻ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 8 മാസത്തോളം ഈ മെഡിക്കേഷൻസ് എല്ലാം തന്നെ, ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻസ് ഇല്ലാത്തതൊക്കെ നിർത്തിയെങ്കിലും ബാക്കിയുള്ള മെഡിസിൻ, കാൽക്കേരിയ ഫ്ലൂർ ആണെങ്കിലും ഡാമിയാന ആണെങ്കിലും കാഴ്സിനോസിന്റെ ഡോസും ഇതെല്ലാം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു 8 മാസം. 8 മാസം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു MRI സ്കാൻ ഒന്ന് ചെയ്തു നോക്കിയപ്പം ബാക്കി നിന്നിരുന്ന ഗ്രോത്ത് വളരെ ഡ്രാസ്റ്റിക്കലി ഒരുപാട് ചേഞ്ചസ് ആയി. വളരെ ചെറിയ രീതിയിൽ ഒരു മുട്ടു പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ഗ്രോത്തിന്റെ അവസ്ഥ വന്നു. അതുകൊണ്ടാണ് അവന് ആ എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെ ഇല്ലാതായത്. അപ്പോഴും ഒക്കേഷണലി ഈ ഹെഡേക്ക് ഉണ്ടാകും, പക്ഷെ വൊമിറ്റിങ്ങോ അങ്ങനെയുള്ളതൊന്നുമില്ല. മറ്റേത് ഹെഡേക്ക് വന്നിട്ട് അവൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പക്ഷെ ഡാമിയാന അതുകൊണ്ട് ഒരു 3 വീക്സ് കൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. നെക്സ്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പം ഒന്നുകൂടെ MRI ചെയ്തു. MRI ചെയ്തപ്പോഴത്തേന് ആ ഗ്രോത്ത് അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അത് കാരണം ബാക്കിയുള്ള സിംറ്റംസ് എന്തെല്ലാം വന്ന് പറഞ്ഞിരുന്നു, ആ സിംറ്റംസ് എല്ലാം തന്നെ അവനിൽ ഇല്ലാതായി. പക്ഷെ പിന്നെയും ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു. 6 മന്ത്സ് കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ കാഴ്സിനോസിന്റെ ഡോസ് കൊടുത്ത് ഡാമിയാന തുടർന്ന് കഴിക്കുന്നത് മാറി. എപ്പോഴെങ്കിലും തലവേദന വരുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്തോളം ഡാമിയാന കൊടുത്തു. മെഡിസിൻസ് കാൽക്കേരിയ ഫ്ലോറും റിപ്പീറ്റ് ചെയ്തു തന്നെയിരുന്നു. കാരണം എവിടെങ്കിലും ചെറിയൊരു തടുപ്പ് പോലെങ്കിലും ഉണ്ടെങ്കിലും അത് അബ്സോർബ് ചെയ്ത് മാറണം. അതുകൊണ്ടാണ് കാൽക്കേരിയ ഫ്ലോറും കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ ഒരു 2 ഇയേഴ്സിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഈ MRI ഒക്കെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴേ നോർമലായി കണ്ടെങ്കിലും മറ്റുള്ള മെഡിസിൻസ് കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്തു. എവിടെങ്കിലും ഒരു ഗ്രോത്തോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ 2 ഇയേഴ്സിൽ ആ ഒരു ട്രീറ്റ്മെന്റോടെ നിർത്താനായിട്ട് സാധിച്ചു. അതിലുപരി ക്ലാസ്സിൽ പോലും പോകാതിരുന്ന, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വെച്ചൊക്കെ പഠിപ്പിച്ചോ ഒക്കെ ഇരുന്ന കുട്ടിയായിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ +2 അവനെ കംപ്ലീറ്റ് ചെയ്തു. അതിലുപരി അവൻ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവ് ചെയ്യും. ഒരു കണ്ണിന്റെ കാഴ്ച, വലത്തെ കണ്ണിന് ഒരു മങ്ങലുണ്ടെങ്കിലും ഇടത്തെ കണ്ണുകൊണ്ട് അവന് വ്യക്തമായിട്ടെല്ലാം കാണാം. എനിവേ എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അവന് ഡ്രൈവ് ചെയ്യും. തന്നെത്താൻ ഒരു ഷോപ്പ് ഇപ്പൊ റൺ ചെയ്യുന്നു. +2 പാസ്സായി. ഇതെല്ലാം തന്നെ ആ കുട്ടിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരു ക്യാൻസറസ് കണ്ടീഷൻ, അതാ പറഞ്ഞത്, ഒരു സർജറി എന്നൊക്കെ പറഞ്ഞ് ഓടി, അതും പ്രത്യേകിച്ച് തലയിലൊക്കെയാന്ന് പറയുമ്പോഴത്തേനും വളരെ ഭയക്കും. ആ ഒരു കണ്ടീഷനാണ് നമുക്ക്
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത്. തന്നെയല്ല, ഫസ്റ്റ് ടൈം നമ്മൾ അവരെ കാണുന്ന ക്ലിനിക്ക് വരുമ്പോൾ കാണുന്ന ആ മുഖഭാവമല്ല ഒരു 3 വീക്സ് കഴിയുമ്പോൾ അവർക്കുള്ളത്. അപ്പൊ എത്രമാത്രം അവരിലെ ആ ഒരു മെന്റലിയും ഫിസിക്കലി എല്ലാം തന്നെ ഒരു കോൺഫിഡൻസ് ലെവലാകുന്നതിൽ ഉയർന്ന് കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് അതിനേക്കാളും ഇത്രമാത്രം സന്തോഷപ്രദമായിട്ട് ഒരു ക്യൂർ ചെയ്ത ഒരു ഡിസീസ് കൊടുക്കാൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇരിക്കെ ഭയപ്പെട്ടു പോകുന്ന ഒരു സിസ്റ്റത്തിലോട്ട് പോകാൻ അവരെ തന്നെയല്ല പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ള കാരണം. എത്ര ഡോസ് കൊടുത്തിട്ടുണ്ട്? കാൽക്കേരിയ കാർവ് സിംഗിൾ ഡോസ് ഫസ്റ്റ് ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് വളരെ ഹയർ പൊട്ടൻസിയാണ് കൊടുത്തത്. അതിനുശേഷം മറ്റുള്ള ഇൻ കേസ് ഇവന്റെ കണ്ടീഷനിൽ കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ചില കേസിൽ വീണ്ടും ആ സിംറ്റംസ് വരികയോ വല്ലതും ചെയ്താൽ എഗെയിൻ ആ ഹയർ പൊട്ടൻസി തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിന്റെ കേസിൽ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. എല്ലാ സിംറ്റംസും താഴോട്ട് കുറഞ്ഞാണ് വന്നത്. പിന്നെ അവന് തിരിച്ച് ആ പഴയ സ്റ്റേജിലേക്ക് അവൻ പോയില്ല. ഓരോ കേസിലും നമ്മൾ ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ നമ്മൾ സൂക്ഷിച്ച് വളരെ അത്യാവശ്യമായിട്ട് അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം മെന്റൽ കോൺഫിഡൻസ് ആണ് അവരിൽ ഉയർത്തി കൊടുക്കേണ്ടത്. അപ്പം ആ മാനേജ്മെന്റിന്റെ ടൈമില് അവരോട് പ്രത്യേകം പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ഇൻ ടൈമിൽ തന്നെ കഴിച്ചിരിക്കണം എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരോട് പറയണം. ചിലരുണ്ട് തലവേദനയുണ്ട്, തലവേദന അങ്ങ് മാറി കഴിയുമ്പോഴത്തേനും അതങ്ങ് വിട്ടു, വേറെയുള്ള കേസസിനൊക്കെ വിടാം. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അത്രയും ടൈമിൽ കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ മെഡിസിൻ കറക്റ്റ് ടൈമിൽ കഴിക്കുക. അതുപോലെ ഫുഡിന്റെ കാര്യത്തിൽ മോസ്റ്റ്ലി ഞാൻ പറയാറുണ്ട്, ക്യാൻസർ പേഷ്യൻസ് വരുമ്പോഴത്തേന് മീറ്റ് ഐറ്റം മാത്രം, അതായത് എഗ്ഗ് കഴിച്ചാലും ഫിഷ് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ മീറ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് അവരോട് പറയാറുണ്ട്. ഈസി ഡൈജഷന് വേണ്ടി പല ഹോർമോൺസും ഒക്കെ നമ്മളിൽ വ്യത്യാസം വരും, അതുകൊണ്ട് മീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള മസാലയും കൂടുതലുള്ളത് ഈ മീറ്റ് ഐറ്റംസിലാണല്ലോ. ഇത് 2 കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. അതിനൊരു വലിയ റീസൺ ഒന്നുമില്ല, ഈസി ആയിട്ടുള്ള ഡൈജഷനും ഹോർമോൺസിന്റെ ചേഞ്ചസും ഉണ്ടാകരുത്, അതുകൊണ്ട് വേണ്ടി മാത്രമാണ് അത് ഒന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ സ്മോക്കിംഗ് ഉള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും, ആൽക്കഹോൾ എടുക്കുന്നവരാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാനായിട്ട് അവരോട് പറയാറുണ്ട്. അതിന്റെ കൂട്ടത്തില് റെഗുലർ വർക്കൗട്ട് ചെയ്യാവുന്ന രീതിയിൽ, ഇപ്പൊ ഇവനാണെങ്കിൽ തലവേദനയൊക്കെ ഉണ്ട്, ഒരു 1 സൈഡഡ് പാരാലിസിസ് ആണെന്നുണ്ടെങ്കിലും കാല് വലിച്ചാന്നേലും വേണ്ടില്ല, ഞാൻ പറയും ഒന്നില് മേളിലെ ടെറസിൽ പോയി നടക്കണം, ഇല്ലെങ്കിൽ താഴെ അവർക്ക് വലിയ ലിവിംഗ് റൂമാണ് ഉള്ളത്, അവിടെ നടക്കണം. 3/4 മണിക്കൂറെങ്കിലും നിന്നാൽ കഴിയുന്ന വേഗതയിൽ നടന്നാൽ മതി, സ്പീഡിൽ പോകണ്ട, നടന്നിരിക്കണം, വർക്കൗട്ട് ചെയ്തിരിക്കണം എന്ന് അവരോട് ഓരോരുത്തർക്കും വയ്യാഴിക അനുസരിച്ചുള്ള വർക്കൗട്ട് അവർ ചെയ്തോളാനായിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കാറുണ്ട്. അടുത്തത് എൻഗേജ്ഡ് ആയിരിക്കാൻ പറയും. കൂടുതലും നമ്മൾ ഹോമിയോപ്പതി പറയുന്ന വളരെ കറക്റ്റാണ്, മനസ്സാണ് എല്ലാ രോഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അതുകൊണ്ട് എൻഗേജ്ഡ് ആയിരുന്നാൽ പലരും ഇതിൽ തന്നെ ശ്രദ്ധിച്ചങ്ങ് ഡിസീസിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ഇപ്പൊ പിന്നെ ഗൂഗിൾ എടുത്ത് നോക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതും എടുത്തു നോക്കി ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കി, ഒരാൾക്ക് അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് നമുക്കും അതുണ്ടോ എന്നുള്ള സംശയം, ഇങ്ങനെ അവരിലെ ആ ഇമോഷണൽ ലെവൽസ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയി ഡിസീസ് കുറയ്ക്കാനല്ല അത് കൂട്ടാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ അവനവന്റെ ചിലപ്പോൾ ഹോബീസ് ആയിരിക്കാം, പാഷൻ ആയിരിക്കാം, എന്തായിക്കോട്ടെ ആ ജോലിയിൽ എൻഗേജ്ഡ് ആയിരിക്കാം. ചിലർക്ക് റീഡിങ് ആയിരിക്കാം, ചിലർക്ക് TV കാണുന്നതായിരിക്കും, ചിലർക്ക് സംസാരിക്കുന്നതായിരിക്കും, ചിലർക്ക് എന്തും ആയിക്കോട്ടെ ആ ഒരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളത് ഇത് ചിന്തിച്ചിരിക്കാൻ, രോഗം എന്നുള്ള അവസ്ഥ ചിന്തിച്ചിരിക്കരുത്. അത് വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനോടും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരുപാട് കേസസ് വായിച്ചതാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന കേസിലും പ്രത്യേകമായിട്ട് കണ്ട ഒരു കാര്യമുണ്ട്, സപ്രസ്ഡ് ആയിട്ടുള്ള ഗ്രീഫ്. അത് വളരെ ഈവൻ പിന്നെ ഒരു വിഡോവറിനോ പോലുള്ള ആൾക്കാരുടെ ദുഃഖത്തിനേക്കാൾ ഉപരിയാണ് ഒരു ഡിവോഴ്സിക്കുള്ള ദുഃഖം. മറ്റേതൊരു മരണം സംഭവിച്ചു, ആ മരണത്തിന് അനുസരിച്ച് ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ശരിക്കും ഒരു കൂട്ട് നഷ്ടപ്പെടുന്നു, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒരുപാട് അപവാദം കൂടെ പിടിക്കുന്നതാണ് അത്. കാരണം നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളും കൂടെ അറിയാത്ത കാര്യം കൂടെ പറഞ്ഞുണ്ടാക്കുകയും മറ്റുള്ളവർ പറയുകയും, ഇതൊക്കെ ഒരു സപ്രസ്ഡ് ഗ്രീഫിൽ നിന്നും ഒരുപാട് പേർക്കും ക്യാൻസറസ്, എനിക്കറിയാവുന്ന ഒരു 10-15 പേർക്ക് ഡിവോഴ്സിന്റെ കേസിൽ തന്നെയാണ് അവർക്കുണ്ടായത്. അപ്പം ആ ഒരു ഗ്രീഫ് സപ്രസ് ചെയ്യാതെ അതിന് മാർഗം എന്താണെന്ന് ചോദിച്ചാൽ പറയാം,
അതുപോലെ തന്നെ വളരെ രസകരമാണ് ജലസ്. ഇത് രണ്ടും സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ സ്വയം വളരുക, അല്ലാതെ കൂട്ടത്തിലിരിക്കുന്നവരല്ലേ ക്ലാസ്മേറ്റ്സ്, അവരാ ലെവലിലെത്തി, അതുകൊണ്ട് എനിക്ക് അവനെ ടാർഗറ്റ് വെച്ചിട്ട് അവളെ ടാർഗറ്റ് വെച്ചിട്ട് അതിന്റെ കാര്യമില്ല. ജലസ് പാടില്ല. കാരണം അവരിലേക്കാളും വേറെ പല കാര്യവും നമ്മളിൽ ഒരുപാട് നന്മ ഒരുപാട് കൂടുതലുണ്ട്. അപ്പൊ ഈ ഒരു ഇമോഷണലി ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അത് ഇപ്പൊ ഒരു ജലസ് തോന്നിയാൽ അതെങ്ങനെ മാറ്റും എന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ എടുത്തു നോക്കുക അവരിൽ എന്തൊക്കെയാണ്, ഏതിലാണ് നമുക്ക് ആ ജലസ് തോന്നിയത്. പക്ഷെ മറ്റൊരു കാര്യത്തില് നമുക്ക് അവരെക്കാളും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളാണ്, നമ്മളോട് അവരെത്തുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ആ ജലസ് എന്നുള്ള ആ ഒരു വികാരം അത് നമ്മളിൽ നിന്നങ്ങ് ഇല്ലാതാകും. രണ്ടാമത് ഈ സപ്രസ്ഡ് ഗ്രീഫ് എന്ന് പറയുന്നിടത്താണ് ഈ ഫുള്ളി എൻഗേജ്ഡ് ആകുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടത്. നമുക്ക് മറ്റേത് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല. വെറുതെ ഇരുന്ന് പഴയ കാര്യങ്ങളോ അല്ലെ എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോഴല്ലേ വീണ്ടും പിന്നെ ഷഫിൾ ചെയ്ത്, അതായത് എടുത്ത് അത് മേളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രോമിനന്റ് ആയിട്ട് അത് നിൽക്കുന്നത്. അതില്ലാതെ അത് ചിന്തിക്കാതിരിക്കുക, അത് മാത്രമേ നമുക്ക് അതിന് ചിന്തിക്കാതിരിക്കണമെങ്കിൽ എൻഗേജ്ഡ് ആകുക എന്നുള്ള കാര്യമുള്ളൂ. ഇന്നത്തെ കാലത്ത് വീട്ടിലിരുന്നാണെങ്കിലും വർക്ക് ചെയ്ത് രൂപ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, അത് ചെയ്യുക. ഞാൻ ഈ കേസ് പറയുന്നതിന്റെ കൂടി ഇത് പറയുന്നത് ഈ കാര്യങ്ങളോട് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഫർദർ ഒരു തവണ ക്യൂർ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വരാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ക്ലീൻ ആകണമെന്നാണ് പറയുന്നത്. അതിലെ മെന്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. അതാണ് ഈ കാര്യം ഞാൻ പറഞ്ഞില്ല, ഗ്രീഫും ജലസും ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ്. അതുപോലെ തന്നെയാണ് ബോഡി ക്ലീൻ ചെയ്യുക. ബോഡി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ബോഡി ക്ലീൻ ചെയ്ത് കുളിക്കാനെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ ഉള്ളിൽ ഇന്നത്തെ കാലത്ത് ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് പകുതി 50% ഗുണവും 50% ദോഷവുമാണ് നമുക്ക് വരുന്നത്. ടോക്സിസിറ്റി ഒരുപാടുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്നുള്ള വെജിറ്റബിളെ വാങ്ങിക്കാൻ പറ്റൂ, അതുപോലെ മീറ്റ് ഐറ്റംസ് ഇതെല്ലാം പുറത്തുനിന്നേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല, വീട്ടിലൊന്നും ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഫാസ്റ്റിംഗ് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഒരുപാട് ഇതുണ്ട്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ടിനൊക്കെ ചെന്നാൽ ഒരുപാട് അഡ്വൈസ് അവരിൽ നിന്ന് കിട്ടും. ആ ഒരു തരത്തിൽ എന്തിനാണ് എല്ലാ മതസ്ഥർക്കും പിന്നെ പലവിധ ഫാസ്റ്റിംഗ് ഉണ്ട്. ഒരുപാട് ദിവസം ഹിന്ദുസിന് തന്നെ ആണെങ്കിലും 10-41 ദിവസം ശബരിമല പോകുന്ന അവസരത്തിൽ അവര് ഫാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് 30 നോയമ്പ്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് ഗുണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈശ്വര കോപം എന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിലും ഇത് കിട്ടുന്നത് നമ്മൾ ഫിസിക്കലി ഉള്ള ക്ലീൻനെസ് ആണ് ഉണ്ടാകുന്നത്. ആ ഫാസ്റ്റിങ്ങിന്റെ അവസരത്തിൽ നമ്മുടെ ഉള്ളിലത്തെ സെൽസ്, എസ്പെഷ്യലി ഇൻഡസ്റ്റൈനിലുള്ള സെൽസ് തനിയെ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടാത്ത ദോഷം ചെയ്യുന്ന സെൽസിനെ അത് ഇല്ലാതാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഫാസ്റ്റിങ്ങും വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഫുഡ് കഴിക്കുന്ന അവസരത്തിൽ ആ സ്റ്റൊമക്ക് ഫുള്ളായിട്ട് കഴിക്കാതിരിക്കുക. സ്റ്റൊമക്കിന്റെ ഒരു 1/4 പോർഷൻ അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡൈജഷന് വളരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആ ഡൈജഷൻ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഫാസ്റ്റിംഗ് എടുത്താൽ എന്തെങ്കിലും റിപ്പയർ ബോഡിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത് നടന്നു പോവുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പ്രത്യേകിച്ച് ഒരു ക്യാൻസർ പേഷ്യന്റിനും ക്യാൻസർ വരാതിരിക്കാനുള്ളവർക്കാണെങ്കിലും വന്ന് കഴിഞ്ഞ് ക്യൂറായി നിൽക്കുന്നവർക്കാണെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. അടുത്തത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ്. ഇത് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് വരികയാണ് ചെയ്തത്. ഇവര് വേറെ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോവുകയോ അവിടെ ചെന്ന് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ പലത് നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരു തമിഴ് ലേഡിയാണ്, 21 വയസ്സുള്ള ഒരു ലേഡിയായിരുന്നു. അവളുടെ വലത് ഭാഗം പോളിയോ വന്നിട്ടുണ്ട്, 2 വയസ്സിൽ പോളിയോ വന്നതാണ്. അപ്പൊ കാല് വളരെയധികം തളർന്നു കിടക്കുകയാണ്. കൈക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നുള്ളതല്ലാതെ സ്വാധീന കുറവുണ്ട്. അൺമാരീഡ് ആണ്. അവക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൽ, അതായത് ആക്സിലയോട് ചേർന്ന പോർഷനിലാണ് ഒരു തടിപ്പായിട്ട് മുഴയായിട്ട് തന്നെ വന്നത്. ആ മുഴ കാണിക്കാനാണ് എൻ്റെ അടുത്തേക്ക് വന്നപ്പം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കിയ അവസരത്തിൽ ഈ മുഴ വളരെയധികം സ്ലിപ്പ് ചെയ്ത് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം തോന്നും. പെയിനും ഉണ്ട് അവക്ക്. പെയിൻലെസ് ഗ്രോത്ത് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവക്ക് പെയിനും ഉണ്ട്. തന്നെയല്ല, ആക്സിലയുടെ ഭാഗത്ത് ഒരു ചെറിയ തടുപ്പ് പോലെയും കൂടെ കണ്ടപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടപ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം,
ഞാൻ ആദ്യം പറഞ്ഞു നിനക്ക് പോയി ഈ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് വരണമെങ്കിൽ വേണേ ഒരു അലോപ്പതി പോയി കണ്ടതിന് ശേഷം വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ എഴുതി തരാം. കാരണം ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവർക്ക് പൂർണ്ണ സമ്മതത്തോടെയാണ് എടുക്കേണ്ടത്. കാരണം ഇതൊരു ഫേറ്റൽ ഡിസീസ് ആയതുകൊണ്ടാണ് ഇത്രമാത്രം അവയർനെസ് അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. ഹോമിയോപ്പതിക്കും ഒരു പേരുദൂഷ്യം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് അവയർനെസ് കറക്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞത്. ഇത് അവർക്ക് വേറെ ട്രീറ്റ്മെന്റിന് പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു മാമോഗ്രാം ചെയ്യണം. അതുകൂടാതെ ഇത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ബ്ലഡ് ടെസ്റ്റ് ആണ് CA15/3 എന്ന് പറയുന്നത്. ഇതുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ലാബിൽ പോയി ഇത് രണ്ടും ചെയ്ത് തിരിച്ചു വന്നപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് തന്നെ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ട്. ബ്ലഡിന്റെ റിസൾട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ വന്നു. അങ്ങനെയാണ് ഇവളുടെ ട്രീറ്റ്മെന്റ്. എൻ്റെ അടുത്ത് എന്നെ തന്നെ കാണിച്ചാൽ മതി എന്ന് അവർക്ക് നിർബന്ധം. ഓക്കെ, അങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് ഗ്രോത്ത്, പെയിൻ ഉണ്ട്, ആക്സിലയുടെ പോർഷനിലും അവർക്ക് പെയിൻ ഉണ്ട്, ഹെയർ ഒരുപാട് പൊഴിഞ്ഞു പോകുന്നുണ്ട്, ലോസ് ഓഫ് സ്ലീപ്പ്, ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിയിലെ പകലും ഒക്കെ തന്നെ ആണെങ്കിലും ഒന്നും മയങ്ങിയിട്ട് അങ്ങ് പെട്ടെന്ന് എഴുന്നേക്കുക, ഉറക്കമില്ല ശരിക്കും. അവളുടെ സ്വഭാവത്തില് വളരെ അഡമന്റ് ആണ്. കൂടെ കൊണ്ടുവന്ന മദറും ഒക്കെ കൊണ്ടുവന്നാൽ മദറൊന്നും പറയുന്നൊന്നും കേൾക്കുകയൊന്നും അവൾ ചെയ്യത്തില്ല. ആകെ എന്തെങ്കിലും കുറച്ചെങ്കിലും കേട്ടിട്ടുള്ളത് ഞാൻ പറയുമ്പോൾ മാത്രമാണ് ഒന്ന് അനുസരിക്കുന്നത്. അത് വളരെ ദേഷ്യമുണ്ട്, പെട്ടെന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെ പെട്ടെന്നാണ് കരച്ചിൽ വരുന്നത്. ചില്ലിയാണ് ആള്. എനിക്ക് തണുക്കുന്നു എന്ന് പറയും. കവർ ചെയ്തിട്ടാണ്, ഷോളൊക്കെ കൊണ്ട് കവർ ചെയ്താണ് ആൾ ഇരിക്കുന്നത് വന്നാൽ തന്നെ ആണെങ്കിലും. ഇവള് പ്രത്യേകിച്ച് വേറെ സിംറ്റംസ് ഒന്നും പറഞ്ഞില്ല. ടയേർഡാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, ഹെയർ ഫോൾസ് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമല്ല, അത് കൂടുതലായിട്ട് സിംറ്റംസ് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും തന്നെ പറഞ്ഞില്ല. ഞാൻ പല കാര്യങ്ങളും സിസ്റ്റം ബൈ സിസ്റ്റമായിട്ട് എടുത്ത് ചോദിച്ചു. വേറെ ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. റെസ്റ്റ് എടുക്കുമ്പോഴാണ് പെയിന് കൂടുതലും എന്നാ പറയുന്നത്. കൈയൊക്കെ അനക്കിക്കൊണ്ടോ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് പെയിൻ ഇല്ല, സൈക്കോട്ടിക് ആണ് എന്ന് നമുക്ക് അന്നേരം തന്നെ പറയുമ്പോൾ തന്നെ മനസ്സിലാകും. ലെഫ്റ്റ് സൈഡ് ചില്ലി പേഷ്യൻ്റ് ആണ്. അവളുടെ ഫിക്സഡ് ഐഡിയാസ് ഇതെല്ലാം വെച്ച് ഞാൻ ഇവക്ക് തന്നെയല്ല തൂജ തന്നെയാണ്, അതും ക്യാപ്സുലേറ്റഡ് ആയിരുന്നു. അത് കാരണം എനിക്കും വളരെ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാനും എനിക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാകാനും, കാരണം ഇത് ക്യൂറിലേക്ക് വരുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. ഓൾറെഡി മാമോഗ്രാമിനകത്ത് അത് പറഞ്ഞിരുന്നു ക്യാപ്സുലേറ്റഡ് എന്നുള്ളത്. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് അതെടുക്കാൻ, ധൈര്യക്കുറവ് മറ്റേതിനും ധൈര്യക്കുറവില്ലാഴികയില്ല, പക്ഷേ ക്യൂർ കിട്ടുമല്ലോ എന്നുള്ള ഒരു മെറ്റാസ്റ്റാസിസിലോട്ട് പോകത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷ. ഇവള് തൂജയുടെ തന്നെ ഫസ്റ്റ് ഡോസ് തൂജയുടെ ഇതുപോലെ ഹയർ പൊട്ടൻസിയാണ് ഞാൻ കൊടുത്തത്, സിംഗിൾ ഡോസ് ആണ് കൊടുത്തത്. അതിനുശേഷം കാൽക്കേരിയ ഫ്ലോർ 6X ഫൈറ്റ്ലൊക്ക ടിഞ്ചർ അതും ടോയ്സിനെ ഡേ ഒരു 12 ഡ്രോപ്സ് വെച്ച് രാവിലെയും വൈകിട്ടും കൊടുക്കാനും, കൊണിയം 200 ഫൈറ്റിലൊക്കെയും കൊണിയവും ബ്രസ്റ്റിന്റെ ഏതൊരു ഡിസീസിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈവന് ലാക്ടേഷൻ ടൈമിലൊക്കെയുള്ള മിൽക്ക് കെട്ടിക്കിടക്കുന്ന ഡിസീസിനും പെയിനും എല്ലാ കാര്യത്തിനും ഫൈറ്റിലൊക്കെ കുണിയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാമറി ഗ്ലാൻഡിന്റെ പ്രത്യേക ഉള്ള മെഡിസിൻ ആണ് അത് രണ്ടെണ്ണം. അപ്പൊ കുണിയം 200ഉം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാഴ്സിനോസിൻ മുടക്കാറില്ല, അത് എവരി ഫോർട്ട്നൈറ്റ് ഒരു ഡോസ് അത് കൊടുത്തിരിക്കും. ഇത്രയും മെഡിസിനാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ട് 2 മാസം കറക്റ്റായിട്ട് ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ പെയിന് വ്യത്യാസമുണ്ട് എന്ന് അവൾ പറഞ്ഞു. നേരത്തെ തൊടിയിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു, പിന്നെ പെയിൻ കുറഞ്ഞു ആണ് വന്നത്. ഈ 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ലംബ് പൊട്ടിയത്. ലംബ് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ അകത്തുനിന്ന് പസ്സും ബ്ലഡും കൂടെ പുറത്തോട്ട് വരാൻ തുടങ്ങി നല്ല രീതിയിൽ. കാരണം ആ ഒരു ലംബ് എനിക്ക് മനസ്സിലായി, ഓൾറെഡി ഈ ലംബ് എന്ന് പറയുന്നത് നിന്നിരുന്നത് മുഴുവനും അത് ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിലിരുന്ന പഴുപ്പും ഇതും സെൽസും ബാക്കിയുള്ളതെല്ലാം കൂടെ പുറത്തേക്ക് ഇങ്ങ് വരികയാണ് ചെയ്തത്. ആ സമയം കാൽക്കേരിയ ഫ്ലോറും പസ്സും കൂടെ കണ്ടതുകൊണ്ട് ഹെപ്പാർ സൾഫ് 200 ആ സമയം ഞാൻ കൊടുത്തിരുന്നു. സെയിം അത് തന്നെ ഫൈറ്റിലൊക്കായും കൊണിയും എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇത് 2 മാസത്തോളം ഈ ഫ്ലൂയിഡ്, ഈ ബ്ലഡും പസ്സും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റ് വന്നപ്പോഴത്തേന് ബ്ലഡ് മാത്രമായി. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെള്ളം കലർന്നതാണ്, അല്ലാതെ തിക്കായിട്ടുള്ള ആ ബ്ലഡ് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് അല്ല. സ്ലോലി അത് കുറഞ്ഞാണ് വന്നത്. പക്ഷേ ഏകദേശം 2 മന്ത്സോളം ഈ ഡിസ്ചാർജ് ഇങ്ങനെ വെളിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അത് അപ്പം ഏകദേശം
ഇതിന്റെ ഈ ലംബ് പൊട്ടുകയും കൂടെ ചെയ്തപ്പോൾ 4 months ആയി എൻ്റെ അടുത്ത് വന്ന് ഈ 4 മാസം കഴിഞ്ഞപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്ന് ഗ്രാനുലേഷൻ ടിഷ്യൂസ് വരാൻ വേണ്ടി കാൽക്കേരിയയുടെ 4 ഡോസ് മാത്രം 200 തന്നെ കൊടുത്തത് 4 ഡോസ് ഞാൻ കൊടുത്തിരുന്നു. അതുകൂടെ കൊടുത്തതിന് ശേഷം ആണ് ആ ഒരു ഡിസ്ചാർജ് ഒരുപാട് വരുന്ന വന്നുകൊണ്ട് സ്ലോലി അത് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നത് കംപ്ലീറ്റ്ലി അതങ്ങ് നിന്നിട്ട് ഗ്രോത്ത് ഓൾറെഡി ആ ഒരു അൾസറേഷൻ പതുക്കെ മാറാനായിട്ട് തുടങ്ങി. പിന്നെ ഡിസ്ചാർജ് ഒന്നും തന്നെ വന്നില്ല. പെയിനും അവൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞു. ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ചെയ്തു. അവളുടെ സ്വഭാവത്തിൽ പോലും മാറ്റം വന്നു. മറ്റേത് അതിന്റെ മദർ എന്നോട് പറഞ്ഞു ആഹാരം കഴിക്കാൻ ചോറ് വിളമ്പി എന്തെങ്കിലും വെച്ച് കൊടുത്താൽ പോലും ഇവക്ക് അവര് പറയുന്ന വിശപ്പുണ്ട് ഇവര് പറഞ്ഞെന്നും പറഞ്ഞ് അവള് കഴിക്കത്തില്ല. ഇവരങ്ങ് പോയതിന് ശേഷമേ കഴിക്കത്തുള്ളൂ. ആ രീതിക്ക് വളരെ വ്യത്യാസം വന്നു എന്ന് ആ മദർ എന്നോട് പറഞ്ഞു. ആ ദേഷ്യത്തിനും കരച്ചിലിനും ഒക്കെ തന്നെ അവളുടെ സ്വഭാവം വളരെയധികം മെച്ചപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്താൽ അത് മുഴുവൻ കേൾക്കും. മറ്റേത് അങ്ങനെയല്ല, റെസ്ലെസ് ആയിട്ട് ഒരു സെന്റൻസ് കഴിയുമ്പോൾ തന്നെ അവൾക്ക് കേൾക്കണ്ട, അങ്ങനെയുള്ള ഒരു നേച്ചറായിരുന്നു. ആ നേച്ചറോടെ അവൾക്ക് മാറി വന്നു. അത് 3 months കൂടെ. അപ്പൊ ഈ 4 monthsന്റെ ഇത് റിസൾട്ട് ഇത്രയാ വന്നത്. എഗെയിൻ 3 months കൂടെ ഞാൻ ഈ മെഡിസിൻസ് ഒക്കെ തന്നെ ഹെപ്പാർസൾഫ് അങ്ങ് നിർത്തി. കാരണം എന്ന് വെച്ചാൽ മറ്റേത് കരിയലായി. ബാക്കി ഫൈറ്റിലൊക്കെയും കുണിയും കാൽക്കേരിയ ഫ്ലോറും ഒക്കെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പൊ അതിന്റെ കൂടെ കാഴ്സിനോസിൻ കൊടുക്കും, ഞാൻ പറഞ്ഞല്ലേ എവരി ഫോർട്ട്നൈറ്റ് അതും കൊടുക്കും. ഈ മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത് 3 months കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. അപ്പം 7 months ആയി. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേന് നെഗറ്റീവായിട്ടാണ് റിസൾട്ട് വന്നത്. അതിനുശേഷം 1 year ഈ പറഞ്ഞ മെഡിസിൻസ് എല്ലാം തന്നെ ഞാൻ നിർത്തിയില്ല. കാൽക്കേരിയ ഫ്ലോറും കണ്ടിന്യൂ ചെയ്തു, ഫൈറ്റിലൊക്കായും കുണിയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് 1 year-ഓളം ആ മെഡിസിൻസ് ഞാൻ കൊടുത്തതിന് ശേഷമാണ്, ഓൾറെഡി കാൽക്കേരിയ കാർബ് കൊടുത്തുകൊണ്ട് പിന്നെ ഒരു പ്രിവെന്റീവ് എന്നുള്ള രീതി കൊടുക്കേണ്ടി വന്നില്ല. ശേഷമാണ് ഞാൻ ആ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തത്. അവർ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തു. വെജിറ്റബിൾ സെല്ല് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറയും 1 year കൂടുമ്പോഴെങ്കിലും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തോണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താണ് വിട്ടത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്തേ വരത്തുള്ളൂ. ഇതുവരെ ആയിട്ടും കുട്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. അങ്ങനെ അത് പോകുന്നു. മാരീഡ് അല്ല, അവർക്ക് പോളിയോ വന്ന് 1 side ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അവളുടേതായിട്ടുള്ള ജോലികളെല്ലാം തന്നെ ഈ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാനും ഈ പെൺകുട്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ 1 year കൊണ്ടാണ് ആ ഒരു ഈ ഒരു കേസ്, അതായത് കാർസിനോമ ബ്രസ്റ്റ് ക്യൂറായിട്ട് തന്നെ പോയത്. വേറെ ഒരു കേസ് വന്നത് പ്രോസ്റ്റാറ്റിക് ട്യൂമറാണ് വന്നത്. ഈ പ്രോസ്റ്റാറ്റിക് ട്യൂമർ 2014 എൻ്റെ അടുത്ത് വരുന്നത്. ഏകദേശം 79 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. നല്ല രീതിയിൽ വലിയ ബിസിനസ് ഫാമിലിയാണ്, അവർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, കൃഷിയുണ്ട്, ഇത് രണ്ടും ചെയ്തു പോവുകയാണ്. 79 വയസ്സാണെങ്കിലും വളരെ ഹെൽത്തിയാണ്, ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഗ്രാൻഡ് ചിൽഡ്രനും എല്ലാം ഉണ്ട്. ഏകദേശം ഒരു 4-5 മാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കംപ്ലൈന്റ് ആണിത്. മുമ്പേ യൂറിൻ പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. ബ്ലഡ് കളർ യൂറിൻ പുറത്തോട്ട് വരാൻ തുടങ്ങി. പെയിൻ നല്ല രീതിയിലുണ്ട്. ഗ്രോയിനിലും ഒക്കെ നല്ല പെയിൻ ഉണ്ട്. അറിയാതെ തന്നെ രാത്രിയിലും അതുപോലെ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണെങ്കിൽ തന്നെ അറിയാതെ യൂറിൻ തുള്ളിയായിട്ട് യൂറിൻ അങ്ങ് പാസ് ചെയ്ത് പോവുക, ഇൻവോളണ്ടറി. ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് അവര് ഹോസ്പിറ്റലിലേക്ക്, എറണാകുളത്ത് തന്നെയുള്ള പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് പെറ്റ് സ്കാനിങ് സഹിതം അങ്ങ് ചെയ്തതിന് ശേഷം അവര് പ്രോസ്റ്റാറ്റിക് ക്യാൻസർ ട്യൂമർ ആണെന്നുള്ളത് കൺഫേം ചെയ്തു. പക്ഷെ അതും ക്യാപ്സുലേറ്റഡ് ആയിരുന്നു, ഒട്ടും സ്പ്രെഡ് ചെയ്തിട്ടില്ല. പക്ഷെ പ്രോസ്റ്റേറ്റ് നല്ല രീതിയിൽ വീങ്ങിയായിരിക്കുന്നത്. യൂറിൻ ഒരു തുള്ളി പോലും വെളിയിലോട്ട് വരാൻ വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് സർജറി, ഒന്നാമത് 79 years ഉണ്ട്, സർജറിക്ക് പോകാൻ താല്പര്യമില്ല. സർജറി വരെ ഫിക്സ് ചെയ്ത കേസാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ആദ്യം മക്കളെയാണ് എൻ്റെ അടുത്തേക്ക് വിട്ടത്. കത്തീറ്റർ ഇട്ടിരിക്കുകയാണ്, യൂറിൻ പാസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ സംഭവമെല്ലാം, ഈ പെറ്റ് സ്കാനിങ്ങിന്റെ റിസൾട്ടും എല്ലാം എന്നെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു തുള്ളി പോലും യൂറിൻ പുറത്തോട്ട് പോകാത്ത ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കത്തീറ്റർ ഇപ്പൊ ഇട്ടിരിക്കുകയാണ്, എന്നാലും പ്രൊലോങ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും പെട്ടെന്ന്.
അപ്പൊ സർജറി നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ബാക്കി നിങ്ങൾ കീമോയോ റേഡിയേഷനോ ഒന്നും ചെയ്യേണ്ട പോരെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു താല്പര്യമില്ല. ഒന്നാമത് ഇത്രയും വയസ്സുണ്ട്, എന്തെങ്കിലും ഫാദറിന് പറ്റിയാലോ എന്നുള്ള പേടി അവർക്കും, ഫാദറിനും തീരെ ഇഷ്ടമില്ല. അങ്ങനെ അവരുടെ നിർബന്ധത്തിനോട് വഴങ്ങിയാണ് ഞാൻ ഈ ഒരു കേസ് എടുക്കുന്നത്. അത് വന്നു, ഞാൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തിനും തൂജ തന്നെയാണ് കൊടുത്തത്. ഫസ്റ്റ് ഡോസ് തൂജ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് 15 years ഡയബറ്റിസ്, ലിപ്പിഡ് പ്രൊഫൈലും അതിൻ്റെ അകത്ത് ഹൈ ആണ്. അതായത് LDL ഹൈ ആണ്, ട്രൈഗ്ലിസറൈഡ് ഹൈ ആണ്, ഹൈ BP ഉള്ള ഒരു വ്യക്തിയാണ്, ഡയബറ്റിസുമാണ്. 15 years കൊണ്ട് ഈ ഒരു ഹിസ്റ്ററിയും കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നിന്നത് അറിയാമല്ലോ, ലിപ്പിഡ് പ്രൊഫൈലിനും നമ്പർ 1 ആണ് തൂജ എന്ന് പറയുന്ന മെഡിസിൻ. ഈ കൂട്ടത്തില് ഡയബറ്റിസ് ആണ്, ഹൈ BP ഉണ്ട്. തന്നെയല്ല തൂജയുടെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഏകദേശം വരുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഫാമിലിയോട് ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എനിക്കിവരെ എല്ലാം വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ തൂജയുടെ ഹയർ പൊട്ടൻസി കൊടുത്തു. ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ് ആണല്ലോ, അതിൻ്റെ കൂടെ കൊടുത്ത മെഡിസിന് സെബാൽ സെറിലേറ്റ എന്ന് പറയുന്ന ടിഞ്ചർ. സെബാൽ സെറിലേറ്റ ഇതിന് തന്നെ അല്ല, പ്രോസ്റ്റേറ്റിന്റെ ഏത് കംപ്ലൈന്റ്, നമ്മൾ കൊണിയോം ഫൈറ്റിലേക്കും ബ്രസ്റ്റിന്റെ ഏത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് ഒരു കുഴപ്പമില്ലാതെ, അതായത് ഹാംലെസ് ആയിട്ട് എൻലാർജ് ചെയ്യുന്നതിനാണെങ്കിലും എന്തെങ്കിലും പെയിനോ ഈ ഒരു ഒക്കെയുള്ള കണ്ടീഷനിൽ നമുക്ക് സെബാൽ സെറിലേറ്റ കൊടുക്കാം. കാൽക്കേരിയ ഫ്ലോർ കൊടുത്തിരുന്നു. കൊണിയമ്മാക്കും നമ്പർ 1 ആണ് പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് ട്യൂമറിന് നന്നായിട്ട്. ഗ്ലാൻഡുലാർ മെഡിസിൻ ആണ് അതും, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഈ ഇത്രയും മെഡിസിനാണ് ഞാൻ കൊടുത്തത്. കൊടുത്ത് 10 days കഴിഞ്ഞപ്പം അദ്ദേഹത്തെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ നിന്ന് 10 days കഴിഞ്ഞപ്പം കത്തീറ്റർ റിമൂവ് ചെയ്തു. കത്തീറ്റർ റിമൂവ് ചെയ്തപ്പം യൂറിന് തനിയെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പം അതൊരു നല്ല സൈനാണ്. കാരണം ഒട്ടും ഒരു ഡ്രോപ്പ് പോലും യൂറിൻ പുറത്തേക്ക് വരാതിരുന്നത് ഈ ഒരു മെഡിസിന്റെ ആക്ഷൻ കൊണ്ടാണ്. കുറച്ചെങ്കിലും അതിന്റെ സ്വെല്ലിംഗ് ഒന്ന് മാറിയിട്ടായിരിക്കുമല്ലോ യൂറിൻ പുറത്തേക്ക് പോരുന്നത്. വീണ്ടും അദ്ദേഹത്തിന് കത്തീറ്റർ ഇടേണ്ടതായിട്ട് വന്നില്ല. യൂറിൻ പാസ് ചെയ്യും, പക്ഷെ തനിയെ ബെഡ് പാനൊക്കെ വെച്ചിട്ടാണ് അവർ എടുക്കുന്നത്. തനിയെ അങ്ങ് എഴുന്നേറ്റ് വന്ന്, അതായത് ഹെൽത്ത് കൂടി ഇമ്പ്രൂവ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടില്ല, 10 days കഴിഞ്ഞിട്ടുള്ളൂ. ഈ മെഡിസിൻ അതിൻ്റെ കൂടെ കാഴ്സിനോസിൻ 1 ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1 month കഴിഞ്ഞപ്പം, ഏകദേശം 10 days കഴിഞ്ഞപ്പോഴത്തെ അനുഭവമായത്, ഒരു 3 weeks കൂടെ കഴിഞ്ഞപ്പോഴത്തേന് സെയിം മെഡിസിൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. തന്നെത്താനെ എഴുന്നേറ്റ്, ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി, കൂട്ടത്തിൽ ഒരു ബലത്തിന് ഒരാൾ നിന്നാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് കയ്യാലൊന്ന് പിടിച്ചാൽ മതി, തന്നെത്താനെ വാഷ്റൂമിൽ പോകും. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ സ്വയം ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് സംസാരിക്കാനും, മറ്റേത് അങ്ങനല്ല, വളരെ ഗ്ലൂമി ആയിരുന്നു, സംസാരമൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ തന്നെത്താനെ സ്പൂണിൽ ആഹാരമൊക്കെ വാരി കഴിക്കാനും ഒക്കെ തന്നെ ഇദ്ദേഹം തുടങ്ങി. അങ്ങനെ ആ ഒരു നെക്സ്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ ഉള്ള ചേഞ്ചസ് ആണ് അത്രയും ഉണ്ടായത്. ഞാന് 5th monthോളം, 4th and 5th month വരേക്കും ഞാൻ ഈ സെയിം മെഡിസിൻ ഇതേ പാറ്റേണിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. മെഡിസിൻസ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തു. 6th month ഒരു MRI സ്കാൻ കൂടെ ചെയ്യാൻ പറഞ്ഞു 6 മാസം കഴിഞ്ഞപ്പം. അപ്പം പ്രോസ്റ്റാറ്റോമെഗാലി വളരെ വളരെ ഒരു ഫസ്റ്റ് ഗ്രേഡിലേക്ക് അത് കുറഞ്ഞു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ PSA ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ്. അത് ബിലോ 20 വന്നു. അപ്പോഴും വെരി നോർമൽ ആയിട്ടില്ല, എന്നാലും അതിന്റെ നെഗറ്റീവ് ആകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അടുത്തടുത്ത് വരികയാണ്. എഗെയിന് 7th, 8th, 9th month വരെയും സെയിം മെഡിസിൻ തന്നെ, അതിന്റെ കൂട്ടത്തിൽ കാഴ്സിനോസിനും പോകുന്നുണ്ട്. തനിയെ ഈ 9ാം മാസം കഴിഞ്ഞപ്പം മുതൽ ബിസിനസ്, നേരത്തെ ചെയ്തിരുന്ന ബിസിനസ് ചെയ്യാൻ തുടങ്ങി, യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് തന്നെ നല്ല കോൺഫിഡൻസ്, പ്രത്യേകിച്ച് അന്ന് വന്നിരുന്ന ഒരു സിംറ്റംസും തന്നെ ഇദ്ദേഹത്തിന് ഇല്ല. ഭക്ഷണവും നല്ല, മറ്റേത് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റും ഒക്കെ വന്ന ഒരു വ്യക്തിയാണ്. ഭക്ഷണവും നല്ല രീതിയിൽ കഴിക്കാൻ തുടങ്ങി. അവനവന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നോർമൽ ലൈഫിലേക്ക് ഇദ്ദേഹം എത്തി. പിന്നെ 10th month എഗെയിന് PSA ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്തു, നെഗറ്റീവായിട്ട് വന്നു. അപ്പോഴും ഞാൻ ഈ സെബാൽ സെറിലേറ്റ എന്ന് പറയുന്ന മെഡിസിൻ നിർത്തിയില്ല. ഈ നോർമലായിട്ട് PSA ടെസ്റ്റ് വന്നതിന് ശേഷം 12th month അഗെയിൻ ഒരു MRI കൂടെ ചെയ്തത്. അതായത് 1 year കഴിഞ്ഞു. 1 year കഴിഞ്ഞപ്പോഴത്തേന് ആ MRI സ്കാനിലെ നെഗറ്റീവ് എന്ന് പറയുന്ന റിസൾട്ടാണ് വന്നത്.
വൺ ഇയർ എടുത്തു ട്രീറ്റ്മെന്റ്. പക്ഷേ എഗെയിൻ ഒരു 6 months കൂടെ ഈ സെബാൽ സെറിലേറ്റയും കാൽക്കേരിയ ഫ്ലോറും റിപ്പീറ്റ് ചെയ്തു. കാൽക്കേരിയ ഫ്ലോർ ബിഫോർ ഫുഡും സെബാൽ സെറിലേറ്റ ആഫ്റ്റർ ഫുഡും 6 months കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഈ 2 ആഴ്ച കൂടുമ്പോൾ കാഴ്സിനോസിന്റെ ഒരു വണ്ണം എന്ന് പറയുന്ന ഒരു പൊട്ടൻസി അതോടെ കൊടുക്കുകയും ചെയ്തു. 6 months കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ട്രീറ്റ്മെന്റ് കാരണം കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നിർത്തുകയും ചെയ്തു. ഡോക്ടർ, നമ്മുടെ സമയമായി. ഇനി അടുത്ത കേസിനുള്ള സമയമില്ല. അത്രയായി. ഇനിയുണ്ട് ഒരു 3-4 കേസസ് കൂടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഉണ്ട്. നെക്സ്റ്റ് ഒരു സെഷൻ ആയിക്കോട്ടെ. അതിന്റെ കൂടെ നമ്മൾ ഈ മെഡിസിന്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വളരെ വൈറ്റമിൻ ടാബ്ലറ്റ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം വൈറ്റമിൻ ബിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാലിമൂർ 6x 12x കൊടുക്കാം, നേട്രംഫോസ് 3x കൊടുക്കാം. വൈറ്റമിൻസ് കാരണം ആദ്യത്തെ ആ ഡിസീസ്ഡ് കണ്ടീഷൻ വരെ ഇവരുടെ ഹെൽത്ത് കൂടെ കുറെ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. വൈറ്റമിൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിന് വേറെ വൈറ്റമിൻസ് ഒന്നും വേണ്ട. നമ്മുടെ മെഡിസിൻ തന്നെ വൈറ്റമിൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. അതുപോലെ വൈറ്റമിൻ സി ഇതിന്റെ ക്യൂറിംഗ് റേറ്റിന് വളരെ സഹായിക്കും. വൈറ്റമിൻ സി എന്ന് പറയുന്ന ഏതൊരു ഡിസീസിന്റെയും ക്യൂറിന് സഹായിക്കും. കാലിഫോ 6x സൈലീഷ്യ 200 വൈറ്റമിൻ സിക്ക് കാർബോവജും ഒക്കെ ഉണ്ട്. എന്നാലും കാലിഫോ 6x ഒരു ബയോകെമിക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. വൈറ്റമിൻ ഡി ആണ് കാൽക്കേരിയ ഫ്ലോറോ 12x കൊടുക്കാം, കാൽക്കേരിയ ഫോസ് 12x ആണെങ്കിലും കൊടുക്കാം. വൈറ്റമിൻ കെ, അതായത് ബ്ലീഡിംഗ് ഒക്കെ ഉള്ള കേസ്, ഒരുപാട് തന്നെ ഈ പല കേസസിലും നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ട്. തന്നെയല്ല ഇത് കാരണം അനീമിക് ആയി പോവുകയും ചെയ്യും. അപ്പൊ ഫെറംഫോസ് 6x നമുക്ക് ഈ മെഡിസിൻസിന്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ സബേനയും സെപ്പിയയും കൊടുക്കാൻ സാധിക്കും. യൂട്രൈൻ കണ്ടീഷനും അതുപോലെ തന്നെ മാമറി ട്യൂമറിന്റെ അവസ്ഥയിലും ഒക്കെ തന്നെ ഈ വൈറ്റമിൻസും കൂടെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് 1-2 മാസത്തെ മറ്റേ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യൂറിംഗ് റേറ്റ് വളരെ സ്പീഡിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഈ മെഡിസിൻസൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ, അത് ഏതാണ് കണ്ടീഷൻ നോക്കി അതനുസരിച്ച് മെഡിസിന്റെ കൂടെ മറ്റേ മെഡിസിന്റെ കൂടെ ഈ ഒരു ബയോകെമിക് കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നന്ദി ഡോക്ടറെ. ഏതായാലും വളരെ നല്ല ഒരു ക്ലാസ് ആണ് നമുക്ക് ലഭിച്ചത്. ആർക്കെങ്കിലും ഇനി നമുക്ക് ശരിക്കും 4 minute ആണുള്ളത്. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം തന്നെ, ഒരാളും ഭയപ്പെടരുത്. നമ്മുടെ മുമ്പിൽ ഈ ഒരു ക്യാൻസർ, കാരണം ഇപ്പം വളരെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഗവൺമെന്റിന് അത് വളരെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അവരെന്തോ ചെയ്തു, ഈ തവണത്തെ ബജറ്റിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, ലേറ്റസ്റ്റ് ബജറ്റ് 25-26 പറഞ്ഞേക്കുന്നത് ഡേ കെയർ സെന്റർ, ക്യാൻസർ സെന്റർ അവര് എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ആക്കും. 200 സെന്റേഴ്സ് ഓൾറെഡി അവര് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ ഇതൊരു പടർന്നു പിടിക്കുന്ന ഡിസീസ് ആണെന്നുള്ളത് ഗവൺമെന്റിന് വളരെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് അതിന് മുമ്പേ തന്നെ അതിന് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ ക്രോണിക് ഡിസീസിന്റെ മെഡിസിൻ 36 ലൈഫ് സേവിങ് ഡ്രഗ്സിന്റെ പിന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഇല്ലാതാക്കി. കാരണം അത് ഫ്രീ, അത് മനുഷ്യർക്ക് അത് പാവങ്ങളും കാണും, അവർക്ക് അത് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ചെയ്തതിന്റെ കാര്യം തന്നെ ഇത് പടർന്നു പിടിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഗവൺമെന്റിന് വളരെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന കേസസ് ധൈര്യമായിട്ട് എടുക്കുകയും അത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, അവയർനെസ് നന്നായി കൊടുക്കുക, ഏതൊക്കെ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ക്യൂർ ചെയ്ത് കൊടുക്കുക. മറ്റേത് നമുക്ക് തീർച്ചയായിട്ടും അവർ പറയുന്ന ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി നമുക്ക് തീർച്ചയായിട്ടും വർഷങ്ങളോളം മുമ്പോട്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിലൊരു ചോദ്യം വന്നിരുന്നു, അത് കാഴ്സിനോസിന് ഏത് പൊട്ടൻസി ആണെന്നാണ്. വണ്ണം